ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയറൊക്കെ ചെയ്യുക. നമ്മൾ കിച്ചണിൽ വന്നിട്ട് ഒരു 6:30 ആയിട്ടുണ്ട്. ഇനി ഓരോ പണികൾ ഇങ്ങനെ തുടങ്ങുകയാണ്. ഗ്യാസ് കത്തിച്ച് വെച്ചത് ചോറ് വെക്കാനാണ്. അപ്പോൾ കുക്കറിൽ ആദ്യം തന്നെ ഒന്ന് ചോറാണ് വെക്കുന്നത്. ചോറ് വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത പണി എടുക്കണത് നമ്മൾ മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഉള്ളി കിഴങ്ങൊക്കെ ഒരു മസാല ഉണ്ടാക്കുകയാണ്. മസാല ദോശക്ക് മസാല വേണമല്ലോ. അപ്പോൾ ഉള്ളി കിഴങ്ങൊക്കെ അരിഞ്ഞതിട്ട് കറിവേപ്പില പേസ്റ്റ് അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ചോറും അതൊക്കെ അവിടെ കടന്ന് വേവട്ടെ. അപ്പോഴത്തേന് ഇനി കുറച്ച് ചിക്കൻ വരട്ട് ഉണ്ടാക്കുകയാണ്. ചോറിനുള്ള കറികളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സവാള അതരിഞ്ഞത് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വാടി വരട്ടെ. വാടി വന്നിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാൻ. അത് നമ്മളെ ചോറ് വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഗ്യാസിൽ നമ്മൾ സാമ്പാറാണ് ഉണ്ടാക്കണത്. സാമ്പാർ ഉണ്ടാക്കണത് കുറേ 2-3 പ്രാവശ്യമൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കാണിക്കണമൊന്നുമില്ല. സാമ്പാറൊക്കെ അവിടെ റെഡിയാക്കി അപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെന്താ ഉള്ളിയൊക്കെ വാടി വന്നിട്ട് നമ്മൾ ചിക്കനാണ് അതിലിട്ട് കൊടുത്തത്. കുറച്ച് ചിക്കൻ കഷ്ണങ്ങളാണ്, ചിക്കൻ്റെ കഴുത്ത് അങ്ങനത്തെ ഒക്കെ ഓരോ കഷ്ണങ്ങളാണ്. അപ്പോൾ അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പ്, പൊടികൾ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി അവിടെ തിളച്ചിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് ചീരയാണ്. ഇത് മരത്തിലുണ്ടായ ചീര, ഒരു മരത്തിലുണ്ടാകുന്ന ചീരയാണ്. അത് കൊമ്പൊടിഞ്ഞപ്പോൾ കുറേ ചീരൻ്റെ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അരിഞ്ഞത് ഉപ്പേരി ഉണ്ടാക്കുകയാണ്. ഇന്നലെ കറി വെച്ചിരുന്നു. അതവിടെ വെച്ചിട്ടുണ്ട്, അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ വറ്റി വരാണ്ട്. അതവിടെ കുറച്ച് തേങ്ങയൊക്കെ നല്ലോണം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്നും കൂടെയൊക്കെ ഒന്ന് സെറ്റായി വരാനുണ്ട്. അതവിടെ കുറച്ചും കൂടി അവിടെ അങ്ങനെ വെക്കുകയാണ്. ഒന്നുകൂടിയൊക്കെ ഒന്ന് വെള്ളം വറ്റി വരാനുണ്ട്. ആ ചിക്കനൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. അതൊക്കെ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടോ. ഇനി നമ്മൾ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പം മസാല അതാണ് നമ്മൾ ഉണ്ടാക്കിയ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ദോശയൊക്കെ ഓരോന്നിങ്ങനെ ചുട്ട് അതിൽ നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്ത് മസാലയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മസാലയൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെ റോൾ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് കണ്ടാണ് ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അതങ്ങനെയൊക്കെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ കഴിക്കുകയാണ്. സാമ്പാറും ചട്ടിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാക്കാം. കൂട്ടി കഴിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.